നവംബർ 25 ഒമാൻ മലയാളം അപ്ഡേറ്റ്സ്. നവംബർ 25ഉം 26ഉം ദേശീയ ദിനത്തിന്റെ അവധി അങ്ങനെ ആരംഭിച്ച് മുന്നോട്ട് പോകുന്നു. പിന്നെ 27ഉം 28ഉം വെള്ളിയും ശനിയുമാണ്. അങ്ങനെ വളരെ ദീർഘമായൊരു വാരാന്ത്യം അവധി എന്ന രൂപത്തിൽ ഇപ്പോൾ ആളുകൾ ആസ്വദിക്കുന്നുണ്ട്. കൂട്ടത്തിൽ കാര്യം പറയട്ടെ, ഡിസംബർ 31 വരെ പൊതുമാപ്പിന്റെ ആനുകൂല്യമുണ്ട്. പ്രവാസികൾക്ക്, പാസ്പോർട്ടില്ലാത്തവർക്കാകട്ടെ, വിസ ഇല്ലാത്തവർ, വിസ എക്സ്പയറി ആയി പോയവർ, വർക്ക് പെർമിറ്റ് ഇല്ലാതെ കഴിയുന്നവർ, വിസിറ്റ് വിസയിൽ എന്നോ വന്നിട്ട് നിൽക്കുന്ന ആളുകൾ, തൊഴിലിടങ്ങളിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ആളുകൾ, അബ്സ്കോണ്ടിംഗ് കേസ് നേരിടുന്നവർ, ഇങ്ങനെ എല്ലാവർക്കും നാട്ടിൽ പോകാൻ വേണ്ടിയുള്ള അവസരം വന്നപ്പോൾ 7500-ലധികം അപേക്ഷകൾ നാട്ടിൽ പോകാൻ വേണ്ടി, പൊതുമാപ്പ് കിട്ടാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് ലേബറിന്റെ മുന്നിലേക്ക് ഇതിനകം എത്തിക്കഴിഞ്ഞു. ഇന്ന് 10 ദിവസം തികയുകയാണ്. നവംബർ 15 തുടങ്ങി, ഇപ്പോൾ നവംബർ 25. ഇങ്ങനെ 7500-ലധികം ആളുകൾ വന്ന കൂട്ടത്തിൽ പൊതുവെ ഇന്ത്യൻ എംബസിയെ സമീപിച്ച ആളുകളുടെ എണ്ണം കുറവാണ്. അത് സൂചിപ്പിക്കുന്നത് ഏതാനും നൂറുകണക്കിന് ആളുകൾ മാത്രമേ ഈ 7500-ലധികം വന്ന കേസുകളിൽ ഇതുവരെ ഇന്ത്യൻ എംബസിയിൽ എത്തിയിട്ടുള്ളൂ. കുറച്ചുപേർ സനദിലോ സൈറ്റിലോ നേരിട്ട് പോയി ചെയ്യുന്നുണ്ടാകാം, സാമൂഹിക സംഘടനാ പ്രസ്ഥാനങ്ങൾ വഴി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടാകാം. എങ്കിലും പ്രതീക്ഷിച്ചിരുന്നൊരു വലിയ തിരക്ക് എംബസിയുടെ മുന്നിൽ പാസ്പോർട്ട് ശരിയാക്കാനോ ഇതിൽ അപേക്ഷിക്കാനോ വേണ്ടിയുള്ള സംവിധാനം ഒരുക്കാനോ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്ന് വിചാരിച്ച് ഇന്ത്യക്കാരുടെ എണ്ണം, പൊതുമാപ്പിന്റെ അർഹത തേടി പോകാൻ വേണ്ടി നിൽക്കുന്നവരുടെ എണ്ണം കുറവാണെന്ന് അർത്ഥം വെക്കരുത്. ഒരുപക്ഷെ 10 ദിവസമല്ലേ ആയുള്ളൂ, ഡിസംബർ 31 വരെ സമയമുണ്ടല്ലോ എന്ന് കരുതി കാത്തിരിക്കുന്നവരുണ്ടാകാം. ഒരു കാരണവശാലും വിട്ടുകളയരുത് എന്ന കാര്യം ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും ധാരാളമായിട്ട് ഇപ്പോൾ പൊതുമാപ്പ് അപേക്ഷയ്ക്ക് വേണ്ടി വരുന്നുണ്ടെന്നും പാകിസ്ഥാൻ കോൺസുലേറ്റ് അവധിയില്ലാതെ 7 ദിവസവും പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെന്നും ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുകയാണ്. ദുബായിലേക്ക് കടക്കാൻ പറ്റുമോ ഈ അവധി ദിവസങ്ങളിൽ എന്നൊരുപാട് പ്രവാസികൾ, മലയാളി സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഇൻബോക്സിൽ ചോദിക്കുന്നു. കാര്യം കൃത്യമായിട്ട് വരാൻ പറ്റുമോ? ദുബായ് വിസ ഉണ്ടെങ്കിൽ വരാം. പക്ഷേ ഇപ്പോൾ അതിർത്തിയിൽ പ്രവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള അവസരം ആക്കിയിട്ടില്ല. ഒമാന്റെ അതിർത്തി നിയമം അനുസരിച്ച് ഇപ്പോൾ സ്വദേശികൾക്കാണ് തൊട്ടടുത്ത രാജ്യങ്ങളിലേക്ക് പോകാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത്, എല്ലാവിധ നിബന്ധനകളോടും കൂടി. അതുകൊണ്ട് തന്നെ ദേശീയ ദിനത്തിന്റെ അവധി വന്നപ്പോൾ 18ഉം 19ഉം കിട്ടേണ്ടത് 25ഉം 26ഉം കിട്ടിയപ്പോൾ ആളുകൾ സ്വാഭാവികമായും എങ്ങോട്ട് പോകും? മഴയുടെ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് പലർക്കും സഞ്ചരിക്കാൻ. എങ്കിലും ചില മേഖലകളിൽ മഴയേയില്ല. ഏറ്റവും നല്ല കാലാവസ്ഥ ഒമാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആഭ്യന്തരമായിട്ടുള്ള സർവീസുകൾക്കായി ആളുകൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഇന്ന് രാവിലെയൊക്കെ ഒരുപാട് ആളുകൾ കിടന്നുറങ്ങി, പിന്നെ ഇപ്പോൾ പുറത്തിറങ്ങുന്നു എന്നതാണ് ഉച്ചയ്ക്ക് ശേഷം കിട്ടിയിരിക്കുന്ന വിവരം. ഏതായാലും റെസ്റ്റോറൻറ്റുകളിൽ പോവുക, ഷോപ്പിംഗ് മാളുകളിലേക്ക് പോവുക, പിന്നെ ചില ആളുകളൊക്കെ കുറച്ച് ദൂരെയുള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്ത് പോയി താമസിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ കൂട്ട സംഗമങ്ങളോ അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഗ്യാതറിങ്ങുകളും അനുവദിക്കില്ല. പുറത്തിറങ്ങുമ്പോൾ മാസ്ക് വേണമെന്ന കാര്യം മറന്നുപോകരുത്. പുറത്തിറങ്ങുമ്പോൾ അകലം പാലിച്ച് സഞ്ചരിക്കണമെന്ന കാര്യം മറന്നുപോകരുത്. ഷോപ്പിംഗ് മാളിൽ പോയാലും എത്ര നേരം ഇരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എവിടെ ഇരിക്കാം, എവിടെ ഇരുന്നുകൂടാ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് ഒമാൻ മലയാളം ഓർമ്മിപ്പിക്കുന്നു. പ്രവാസികളുടെ എണ്ണം പൊതുവെ ഒമാനിൽ കുറയുകയാണെന്ന് കഴിഞ്ഞ ദിവസവും പറഞ്ഞു. 2,77,000 ആളുകൾ കഴിഞ്ഞ 2019 ഒക്ടോബർ 31 മുതൽ 2020 ഒക്ടോബർ 31 വരെയുള്ള കാലയളവിനിടയിൽ ഒമാനിൽ നിന്ന് പോയിട്ടുണ്ട് പ്രവാസികൾ. ഇന്ത്യക്കാരെന്നല്ല, മൊത്തത്തിൽ ഇന്ത്യക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരു 17%-ലധികം പ്രവാസികൾ ഒമാൻ വിട്ടുപോയിട്ടുണ്ട് പല കാരണങ്ങളാൽ. അത് ഈ കൊറോണ വന്നതിന് ശേഷമാണ് അതിൽ ഏറ്റവും കൂടുതലായി സംഭവിച്ചിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ NCSI കണക്ക് പ്രകാരമാണ് ഇങ്ങനെ പറയുന്നത്. 1.4 മില്യൺ പ്രവാസികളുടെ എണ്ണമെങ്കിൽ തൊഴിൽ ഇടങ്ങളുടെ എണ്ണമാണ് ഈ പറയുന്നത്. 1.13 ആയി കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെയാണ് 2,77,000 പരം ആളുകൾ
ഇപ്പോൾ കുറഞ്ഞുവെന്ന് പൊതുവെ പറയുന്നത്. ഇപ്പോൾ പ്രവാസികളുടെ ഏറ്റവും കൂടുതലുള്ളവർ മസ്കറ്റിൽ തന്നെയാണ്. 6 ലക്ഷത്തിലധികം ആളുകൾ മസ്കറ്റിൽ കഴിയുന്നുണ്ട്, ജോലി ചെയ്യുന്നവർ. നോർത്തേൺ ബാത്തിനയിൽ 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. ദാഖിലിയിൽ 1 ലക്ഷത്തോളമുണ്ട്. സതേൺ ബാത്തിനയിൽ 93,000 ഉണ്ട്. മുസന്നത്ത് 11,000-ഓളം ആളുകൾ പ്രവാസികൾ കഴിയുന്നുണ്ട്. രോഗബാധയുമായി ബന്ധപ്പെട്ട് ഇന്നലത്തെ കണക്ക് പരിശോധിച്ചാൽ ഞെട്ടിപ്പോകരുത്. ഇതുവരെയുള്ള കണക്കിൽ പ്രതിദിന മരണസംഖ്യ ഏറ്റവും കൂടിയത് ഇന്നലെ നവംബർ 24-നായിരുന്നു. എന്നുവെച്ചാൽ രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആ പിടിയിൽ നിന്ന് ശമനം കിട്ടിയിട്ടില്ല എന്നർത്ഥം. 11,719 പേർ ഇന്നലെ മാത്രം മരിച്ചു. ഇങ്ങനെ ഒരു സംഖ്യ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അമേരിക്കയിൽ 1.25 ലക്ഷം ആളുകൾക്ക് ഇന്നലെ രോഗബാധയുണ്ടായി. ഇന്ത്യയിൽ 44,000, ബ്രസീലിൽ 33,000. ഇന്നലെ രോഗബാധയുടെ എണ്ണം റെക്കോർഡൊന്നുമല്ല, 5,43,335 ഇപ്പോൾ 1,03,472 ആളുകൾ ക്രിട്ടിക്കലായി കഴിയുന്നുണ്ട്. ബാക്കിയുള്ള മില്യൺ കണക്കിന് ആളുകൾക്ക് വന്നു പോയി, റിക്കവറിയായി, മരിച്ചു, ഇതൊക്കെ മറക്കുക. ഇപ്പോൾ ക്രിട്ടിക്കലായി കഴിയുന്ന ആളുകളുടെ എണ്ണം 1,03,472. അതിൽ ഒമാനിൽ 121 ആളുകളുണ്ട്. 1 മില്യൺ പോപ്പുലേഷനിൽ 270 പേർ മരിച്ചു എന്നാണ് ഒമാന്റെ കണക്ക്. ആകെ 5.15 മില്യൺ പോപ്പുലേഷനാണല്ലോ ഒമാനിലുള്ളത്. അപ്പോൾ 1,391 ആളുകൾ മരിച്ചു എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ്. ഇപ്പോൾ 7,332 ആളുകൾക്കാണ് രോഗബാധ ഇപ്പോൾ ഇത് പറയുന്നത് നവംബർ 25-ന് ഒമാനിലുള്ളത്. ഇന്നലെ വന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കാര്യം സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ കണക്ക് വന്നിട്ടില്ല. ഏതായാലും ചിട്ടയോടുകൂടി വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രമീകരണം ഈ രോഗബാധയുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് ഈ നവംബർ 25-ന്റെ ഒമാൻ മലയാളം അപ്ഡേറ്റ്സ്. നന്ദി.